ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2024 അവസാനത്തെ പെൻഷനായ ഡിസംബറിലെ പെൻഷൻ വിതരണം, അതായത് 1600 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് അവസാനിച്ചു. ഇനിയുള്ളത് ജനുവരി മാസത്തെ പെൻഷൻ വിതരണമാണ്. ഈ 2025 ആദ്യ പെൻഷൻ വിതരണമാണ് ജനുവരി മാസത്തിൽ നടക്കാൻ പോകുന്നത്. കുടിശ്ശിക പെൻഷൻ വിതരണവും പ്രഖ്യാപിച്ചു. ജനുവരി മാസ പെൻഷൻ വിതരണത്തിലേക്കായി കേരള സർക്കാരിന് 850 കോടി അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മാസം ജനുവരി മാസം 3200 രൂപ ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തിച്ചേരും. 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. മത്സരം ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും. ഈ കാര്യങ്ങൾ വേറെ ആരുമല്ല പറഞ്ഞത്, ധനമന്ത്രി കെ.എൻ. ബാലനാണ് അറിയിച്ചിരിക്കുന്നത്. ജനുവരി മാസം 3200 തന്നെ വിതരണം ഉണ്ടാകും എന്നുള്ളത്. 2025 മുമ്പായി 2025 ജനുവരി മാസത്തിന് മുമ്പായി ഒരു പെൻഷൻ തുക മാർച്ച് മാസത്തിന് മുമ്പായി വിതരണം ഉണ്ടാവുക. അത് മിക്കവാറും ഈ ജനുവരി മാസം ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മാർച്ച് മാസത്തിന് മുമ്പായി ഒരു കുടിശ്ശിക തുക വിതരണം ഉണ്ടാകും സാധ്യതയുണ്ട്. പിന്നെ സർക്കാരിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ക്രിസ്മസിന് 3200 വരും എന്ന് പറഞ്ഞു. സർക്കാരിന് ഫണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു മാസം തന്നെയാണ് വിതരണം. സർക്കാർ മാക്സിമം നോക്കിയായിരുന്നു ക്രിസ്മസിന് 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ. ഒരു കാരണവശാലും സർക്കാരിന് ഈ തുക കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇനി എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നറിയില്ല. എന്തായാലും ഒരു മാസത്തെ തുക ഉറപ്പായിട്ടും ലഭിക്കും. 2025 2024 മാർച്ച് മാസം മുതൽ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്ത പോലെ 2025 അതാത് മാസത്തെ പെൻഷൻ തുക മുടങ്ങാതെ ജനങ്ങളോട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനാണ് സർക്കാർ തീരുമാനം. കാരണം 2026 നമുക്കറിയാം ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുവാണ്. ഇത് കറക്റ്റായിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയില്ലെങ്കിൽ സർക്കാരിന് തിരിച്ചടി നേരിടുന്നു സർക്കാരിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുടിശ്ശിക തുകയും മറ്റാനുകൂല്യവും നമ്മളിൽ അടുത്തേക്ക് എത്തിക്കാനാണ് സർക്കാർ നോക്കുള്ളൂ. അതുകൊണ്ട് 100% നമുക്ക് വിശ്വസിക്കാം. ജനുവരി മാസം 3200, അതല്ലെങ്കിൽ മാർച്ച് മാസത്തിന് മുമ്പായി എന്തായാലും കുടിശ്ശിക തുക വിതരണം ഉണ്ടാകും എന്ന ഒരു കാര്യം പൊതുജനം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര സഹായമായ 2000 കോടി രൂപ കിസാൻ പെൻഷനും ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും. ഇത് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ മാത്രമാണ് എത്തിച്ചേരുക. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ പറയാനുള്ള. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കനാണ് എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ തേടിയെത്തുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.